ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് ഞാൻ കറുപ്പായോണ്ടാണ്. സമൂഹത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. തനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ജീവിതവും ഒരു ഭാവിയും ഉണ്ടാവാൻ പാടില്ലേ? അവളുടെ കൈ പിടിക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ അത് അപമാനമാണോ? അല്ല, അത് മനുഷ്യൻ്റെ മഹത്വമാണ്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. മക്കൾക്കൊരു സുരക്ഷിത ഭാവി, ഒരു സ്നേഹമുള്ള കുടുംബം, ഒരു ബലമേകുന്ന കൈ, ഇത് എല്ലാം ലഭിക്കുമ്പോൾ ചിലരുടെ വിമർശനം അതിന് മുന്നിൽ ഒരു കാറ്റിൻ്റെ ശബ്ദം മാത്രമാണ്. മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ അസൂയയല്ല, സന്തോഷം തന്നെയാണ് നാം പങ്കുവെക്കേണ്ടത്. അത് മനുഷ്യൻ്റെ ഉയർന്ന സംസ്കാരമാണ്. മസ്റൂറ ഫാത്തിമ ചാനലുടമ നജ്ലയുടെ പുതിയ വിവാഹത്തോടെ ഇവർക്ക് സന്തോഷം വന്നെത്തി. ഇത് കാണുമ്പോൾ ചിലർക്ക് കുരുപൊട്ടുന്നത് എന്തുകൊണ്ട്? ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിലും കുത്തുവാക്കുകൾ പറഞ്ഞ് ഇവരുടെ ബന്ധങ്ങൾ പോലും മുറിച്ചു കളയുന്ന തരത്തിലേക്ക് ചിലർ നീങ്ങുന്നത് എന്തുകൊണ്ട്? ഇതൊന്നും ഒരിക്കലും മനസ്സും മനസ്സാക്ഷിയുമുള്ള ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തെ പോലും തകർത്തു കളയുന്ന തരത്തിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ചിലർക്ക് ഒരു ലജ്ജയുമില്ല. തങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? മറ്റൊരാളുടെ ജീവിതത്തിലെ സന്തോഷം കാണുമ്പോൾ എന്തിനു വേണ്ടി വെറുതെ വിമർശിക്കുന്നു, കുത്തുവാക്കുകൾ പറയുന്നു? നമ്മളോട് വിഷമങ്ങൾ പറഞ്ഞ നജ്ല പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവളെ ഇകഴ്ത്തുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇത്തരം കമൻറ്റുകൾ ചെയ്യുവാൻ ചിലർ കണ്ടെത്തുന്ന കാരണം ഇദ്ദേഹം ഒരു മദ്യപാനിയാണെന്നും ഗുണ്ടയാണെന്നും ഒക്കെയുള്ള വ്യാജ പ്രചാരണങ്ങൾ. അത്തരത്തിൽ മദ്യപാനിയായ ഒരാളുമായി തൻ്റെ മക്കളുമൊത്ത് ജീവിക്കുന്നത് സുരക്ഷിതമല്ല എന്നുള്ള തരത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടായിരിക്കാം ചിലർ ഇത്തരത്തിൽ പറയുന്നത്. ഇത്തരക്കാരോട് പറയാനുള്ള കർശനമായൊരു മുന്നറിയിപ്പ്: മറ്റൊരാളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മനുഷ്യനാണെന്ന് തന്നെ തിരിയിക്കുക. ഒരു കുട്ടിയുടെ പേരിൽ കളങ്കമുണ്ടാക്കുന്നവർ സമൂഹം തന്നെ ഒരിക്കലും ക്ഷമിക്കാത്ത പാപം ചെയ്യുന്നവരാണ്. കമൻറ്റുകളിലൂടെ ഇത്തരം ആരോപണങ്ങൾ നൽകുന്നവർ യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് മുള്ളുകളാണ് വിതക്കുന്നത്. ഇത് കാരണം ഇവരുടെ ജീവിതം പോലും നശിച്ചു പോയേക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹലാലായ ഇണയായി തുണയായി ജീവിക്കുന്നവർ അവരെ ഇത്തരത്തിൽ മോശവൽക്കരിക്കുന്നത് വളരെ നീചകരമായ തെറ്റ് തന്നെ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഈ വിവാഹത്തിലേക്ക് ഇവർ എത്തിപ്പെട്ട കാരണമാണ് ഒട്ടേറെ വിവാദങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാക്കുവാൻ കാരണം. അതെങ്ങനെ സംഭവിച്ചു? ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് മറ്റൊരു യുവാവിനെ കണ്ടെത്തുന്നത് ഒരിക്കലും നല്ല പ്രവർത്തനമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്ന് തുറന്നു പറയുകയാണ് നജ്ലയും നജ്ലയുടെ ഭർത്താവും. ഇതായിരിക്കാം അന്നവിടെ സംഭവിച്ചതും. പക്ഷേ നമ്മൾ കാര്യങ്ങളറിയാതെ പലരെയും ഇകഴ്ത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് നിയമപരമായി ലക്ഷങ്ങൾ പിഴയും വർഷങ്ങൾ തടവും കിട്ടുവാനുള്ള ഗുരുതര ക്രിമിനൽ കുറ്റമാണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിൽ കളങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നു? അത് തന്നെ ഒരു ജോലിയായി മാറ്റി ജീവിതം പാഴാക്കി കളയുന്നു. സത്യത്തിൽ തെറ്റ് ചെയ്യാത്തവരായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്നവർക്കൊന്നും ഒരു തെറ്റും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? ചുരുക്കി പറയട്ടെ, തനിച്ച് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കിട്ടുമ്പോൾ, അവർ സന്തോഷത്തിലാകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിലൊരു കരടായി മാറാൻ പാടില്ല. നിങ്ങൾക്കവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരായി മാറുന്നത്. പൊടി അലർജി ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഷുഗർ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ആള് ഒന്നിനും പോണില്ല, അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുക. ഞാൻ ആരോ ഫോട്ടോ വെച്ച് ബസ്സിലെ ഡ്രൈവറായിരുന്നു കണ്ടിന്യൂ. ഇപ്പം ലൈസൻസ് ശാലം പ്രശ്നമായ എൻ്റെ പേരിൽ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അത് റെഡിയായ അപ്പോഴേ വീണ്ടും ചോദിക്കുന്നു. പിന്നെ ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്, പിന്നെ മൂക്കിൻ്റെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയ അല്ലേ, അതൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ സംസാരിക്കുമ്പോൾ വിചാരിക്കാൻ കള്ളുപിടിച്ച് സംസാരിക്കുകയാണ്. കള്ളുപിടിച്ചിട്ടല്ല സംസാരിക്കുന്നത്. എനിക്കറിയാലോ, നമ്മുടെ ദാമ്പത്യം തുടങ്ങിയതിന് ശേഷം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദയവ് ചെയ്ത് മക്കളെ വച്ചിട്ട് നിങ്ങളൊന്നും പറയാം. ആരും ദ്രോഹിക്കരുത്, സഹായിച്ചില്ല. നമ്മളെങ്ങനെയും ജീവിച്ചിട്ട് പോട്ടെ. ഇക്കാക്ക് 38 വയസ്സായി. നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളെ പോലെ ഉള്ള കുട്ടിയൊന്നും അല്ല. നിങ്ങൾ ഈ വന്ന് ഈ കമൻറ്റ് എഴുതി പിടിപ്പിക്കും. ഇക്കാക്ക് അറിയാം, പക്ഷെ ഒറ്റപ്പെട്ടു പോയല്ലേ തീർച്ചയായിട്ടും കുറേ നാള്. പിന്നെ 3-3.5 വർഷം ഇപ്പോഴത്തെ ലൈഫാണ് മുന്നത്തെ ലൈഫാണ് ഒക്കെ നല്ലത്? ഇപ്പോഴത്തെ ലൈഫാണ്. നമ്മൾ രണ്ടും ഹാപ്പിയാണ്. നമ്മളെ വീട്ടിൽ ആരും, നമ്മളെ ഉമ്മയും ഉപ്പയൊന്നും നമുക്ക് ഒരു പ്രശ്നത്തിനും വരില്ല അല്ലേ? ആരും ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്.
രജിസ്റ്റർ പോകാൻ കഴിഞ്ഞ ശേഷം നമ്മൾ എന്തായാലും ഇങ്ങോട്ട് മാറും. അതുവരെ എൻ്റെ വീട്ടിൽ തന്നെയാണ്. എനിക്കൊരു വീടുണ്ട്, ചെറുതാണെങ്കിലും. ആ വീട്ടിൻ്റെ ഹോം ടൂർ ചെയ്യും നിങ്ങൾ പറഞ്ഞ രീതിയിൽ. പിന്നെ മസ്റുമോള് ഹാപ്പിയാണ്, മിച്ചുമോ ഹാപ്പിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ സ്വഭാവമായിട്ട് യോജിക്കുന്ന ഒരാളാണ് അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഇങ്ങനെയാണ് മുന്നേ എല്ലാം എൻ്റെ ലൈഫ് ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞു. 1.5 വർഷം സ്നേഹിച്ചിട്ട് 1.5 വർഷം ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് ഞാൻ കറുപ്പായോണ്ടാണ്. സത്യം, ഞാൻ കറുപ്പായോണ്ടാണ് ഒക്കെ ഇഷ്ടപ്പെടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ സത്യത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരു വീട്ടിൽ ചോദിച്ചു കേട്ടാ, നീ കെട്ടിച്ചേരുന്നു. എൻ്റെ ഒരു സാമ്പത്തികം ഇല്ല, ഞാൻ പിന്നെ ബസ് ഡ്രൈവറാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർക്ക് പറ്റൂല. അതായത് ഗൾഫാരെ കൊണ്ടേ കെട്ടിക്ക് പോകും. ഫാമിലിയുടെ അടുത്ത് വേറെ കാര്യം അങ്ങനെ നിവൃത്തിയില്ലാതെ വന്ന് മനഃപൂർവ്വം വന്ന് കയറി കേട്ടോ. ഇത് കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം. സത്യം, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ആൾക്കാർ വിളിച്ച് കെട്ടിച്ചേരുമല്ലേ എന്ന് വിചാരിക്കും. എന്തായാലും സ്വയജാതിപ്പെട്ടത് എന്നല്ലോ. മക്കളും ആദ്യമേ വാപ്പച്ചീന്ന് വിളിച്ചു വരുന്നു. മക്കളെയൊക്കെ എനിക്ക് നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയൊരു 3 മാസം കഴിയുമ്പോഴേ എനിക്ക് മക്കളെ എല്ലാവരും എന്നെ വാപ്പച്ചീന്ന് തന്നെ വിളിക്കുന്ന. ഞാനുള്ള സ്നേഹം കൊടുക്കുന്നുമുണ്ട്. പിന്നെ ഈ നാട്ടുകാർ പറയുന്ന കണക്ക് ഒരു കാരണം വെച്ചാലും മോളെക്കുറിച്ച് ഇങ്ങനെ പറയില്ല കേട്ടോ. അത് നമ്മളെ മനസ്സിനകത്തെ ഒരാൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴേ ആ മനസ്സിനകത്തൊരു വിങ്ങലായിരിക്കും. ആരും സഹായിക്കാനും വേണ്ട, ദ്രോഹിക്കരുത്. നമ്മളൊരു ഫ്രണ്ട്ലി ടൈപ്പാണ് ഞാൻ, ഇക്കായി മക്കളും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടാതെ എൻ്റെ മോളെ കുറിച്ച് പറയുന്നത് കേട്ടോ. അത് ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. പിന്നെ ഇക്കായെ സംബന്ധിച്ചിടത്തോളം വേറെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ കൂട്ടുകെട്ട് അങ്ങനെ ഒന്നുമില്ല. മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോരം കൂട്ടുകാരുണ്ടെന്നറിയോ. ഞാനിപ്പോൾ അതൊക്കെ വിട്ട് ഞാൻ 3.5 വർഷം കൊണ്ട് പഠിച്ചു. എനിക്കിതാരും ഒന്നുമല്ല. നമ്മളെ ഫാമിലി, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് ആവശ്യം. പിന്നെ അങ്ങനെ ഒരാളെ കിട്ടി ഞാൻ എടുത്തു ചോദിച്ചിട്ട് തരുന്നില്ല. നിവർത്തികേട് കൊണ്ട് വന്ന് കയറിയതാ, മനഃപൂർവ്വം പിടിക്കിട്ടെന്ന് കരുതി. പിന്നെ ദാണ്ടെ ഇവിടെയാണ് ഉമ്മ പ്രശ്നമായപ്പോൾ അവിടെയാണ് വന്ന് നിന്നത് അല്ലേ? ഈ ഉമ്മ പറയുന്നത് എനിക്ക് കാണാത്തൊന്നും കണ്ടെന്നില്ല. ഞാൻ ഒരു കോൾ ചെയ്തു, ഇവിടെ ഒന്ന് ഫോൺ പിടിക്കുന്നു. അതാണ് രംഗം. ഞാൻ എൻ്റെ ഫോണിൽ ഒരു കോൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ആരാണെന്ന് അറിയാൻ വേണ്ടി പിടിച്ചു പിടിക്കുന്ന സമയത്താണ് ഈ തള്ള കയറി ഇവിടെ വരുന്നത്. ഈ ആളിലാണ് ഒന്ന് നോക്കുന്നത്. അല്ലാതെ കാണാൻ പറ്റാത്തത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യായിരുന്നെങ്കിൽ നമ്മൾ കഥ കൂട്ടിയിട്ട് ചെയ്യും, കുറ്റിയിട്ടിട്ടേ ചെയ്യുള്ളൂ. വല്ലാഹി സത്യമാണ്. ഈ തള്ളക്കെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ട് കെട്ടിക്കുന്ന ഇഷ്ടമല്ല. അവളെ ഏതെങ്കിലും വല്ല പണച്ചാക്കനെ കൊണ്ട് കെട്ടിക്കണം. അപ്പോൾ അവർക്ക് അതൊരു വരുമാനം വരും. അതൊക്കെയാണ് ഈ തള്ള ചിന്തിച്ച്. ഞാൻ അവരുടെ ഒരുപാട് വർഷം ഇവിടെ ഉമ്മാടത്തും ചോദിച്ചു, ഇവിടെ സഹോദരനെ വിളിച്ച് ചോദിച്ചു, ഇവിടെ വാപ്പായെ വിളിച്ച് ചോദിച്ചു, എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് വിട്ടു നോക്കി. നമ്മളത്തെ സാമ്പത്തികം മോശമാണ് ഞാൻ പൊതുവിൽ. അപ്പോൾ ഒന്നെല്ലാം ബസ് ഡ്രൈവറല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്കിലേ ജീവിക്കാൻ പറ്റും.